ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്ക കൊണ്ടൊരു എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു കഷ്ണം ചക്ക കിട്ടി. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരാൾ ഒരു കഷ്ണം ചക്ക തന്നതാണ്. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ അതുകൊണ്ടൊരു എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടിപ്പറിച്ചു. അങ്ങനെ ചുളയൊക്കെ തന്നെ എടുത്തു കേട്ടോ. അതിനുശേഷം അതിൻ്റെ ചവുണിയൊക്കെ കളഞ്ഞു. അങ്ങനെ നന്നാക്കുകയാണ് കേട്ടോ. ആദ്യം ചക്ക വെട്ടി അതിൻ്റെ കൂഞ്ഞ് ഒക്കെ കളഞ്ഞ് ചക്ക ചുള പുറത്തെടുത്തു. അതിനുശേഷം അതിൻ്റെ ചവുണി, ഇത് ചവുണി എന്ന് പറയും, ചവുണിയാണ് ഇപ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ അതിൻ്റെ ചവുണിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇങ്ങനെ ചക്കയുടെ ചവുണിയൊക്കെ എല്ലാം അങ്ങനെ കളഞ്ഞു കേട്ടോ. ചക്ക ചവുണിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം നമുക്കത് ഇങ്ങനെ നുറുക്കിയെടുക്കാം. ഇതാ ഇനി അതിൻ്റെ ഉള്ളിലത്തെ കുരു കളയണം. ഈ കുരു നമുക്ക് വേറെ കറി, ഇതിൽ കൂടെ രണ്ട് കുരു നന്നാക്കി ഇടുകയും ചെയ്യാം, പിന്നെ വേറെ കറി വെക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ കുരു മാറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കുരു മാറ്റി നമുക്കിങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ എരിശ്ശേരിക്ക് ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെയാണ് എരിശ്ശേരിക്ക് നുറുക്കുക. കുരു മാറ്റിയിട്ട് ഇങ്ങനെ വട്ടം 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 ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വട്ടം വട്ടം ചക്കയൊക്കെ നമ്മളിങ്ങനെ നുറുക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം അത് വെക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഒന്ന് കഴുകി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് എരിശ്ശേരിക്ക് ഇടുള്ളൂ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പം പതുക്കെ ഇങ്ങനെ കഷ്ണം നികന്ന് നിൽക്കുന്ന മാതിരി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ചു കേട്ടോ. നല്ലപോലെ തിളച്ചു. നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. നല്ലപോലെ തിളച്ചു. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. ചക്കയൊക്കെ ഇങ്ങനെ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി ചക്കയൊക്കെ ഇങ്ങനെ വെന്ത് തുടങ്ങി. ഈ വർഷത്തെ ആദ്യത്തെ ചക്കരിശ്ശേരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും ചക്ക കിട്ടുന്നുണ്ടല്ലോ. അതിനുശേഷം ഒരു മുറി തേങ്ങ, ഒരു ജീരകം പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങനെ അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ജീരകവും പച്ചമുളകും കൂടി ഒരു മുറി തേങ്ങ ചെറിയത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഈ ചക്ക വേവിച്ചിലേക്ക് ഇട്ട് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ ചക്ക വേവുന്നതും തേങ്ങ ചേർത്തതും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം നമുക്കൊന്ന് വറുത്തിടണം. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തു. കടുക് ഒന്ന് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് സാധാരണ വറുത്തിടണ മാതിരി തന്നെ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് കടുക് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തു. മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചതച്ച് ചേർത്തു. വീണ്ടും നമുക്ക് തേങ്ങ ഒന്ന് വറുത്തിടണം. എരിശ്ശേരിക്ക് അങ്ങനെയാണ്. എന്ത് എരിശ്ശേരി ആയാലും വറുത്തെരിശ്ശേരിക്ക് നമുക്ക് തേങ്ങ വറുത്തിടണം. അപ്പോൾ അതിനുശേഷം നമ്മൾ കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ വീണ്ടും വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ചുമക്കെ വറുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വറവിലാണ് ഈ ചക്കരിശ്ശേരി, ഇങ്ങനെ വറവിലാണ് കൂടുതലും സ്വാദ് കേട്ടോ. തേങ്ങയുടെ വറവ് നല്ല കറക്റ്റായിരിക്കണം. അപ്പോഴാണ് ആ ചക്കരിശ്ശേരി, എന്ത് എരിശ്ശേരി ആയാലും എരിശ്ശേരിക്ക് സാധാരണ വറവിലാണ് കൂടുതലും സ്വാദ് കിട്ടുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നില്ലേ. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ചീഞ്ചട്ടിക്ക് ഒരു ചൂടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒന്ന് ഓഫ് ചെയ്ത് വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഇത് ഇട്ട് കൊടുത്തു. വേവിച്ച് വെച്ചിരുന്ന ചക്കയിലേക്ക് നമ്മൾ വറുത്തിട്ടത് തേങ്ങയും കടുകും മുളകും കരിവേപ്പിലയും വറുത്തിട്ടത് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അപ്പം നമ്മുടെ ചക്കരിശ്ശേരി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കരിശ്ശേരി റെഡിയായി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.